ആദ്യം റിപ്പബ്ലിക് ടിവിയും പി മാർക്കും കൂടി ചേർന്ന് ഒരുക്കിയ സർവേയിൽ NDAക്ക് 359 സീറ്റുകൾ പറയുമ്പോൾ ഇന്ത്യ അവിടെ 154 നിൽക്കുന്നു. മറ്റ് കക്ഷികൾക്ക് 30 സീറ്റ് വരെ. അവിടെയും BJPയുടെ NDAയുടെ വിജയം സുനിശ്ചിതമായി പറയുന്നു. നമുക്ക് ജൻ കി ബാത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 362 മുതൽ 392, അതായത് 400 അടുത്തേക്ക് വരെ മിഷൻ 400 പാറാണ്. അതിന്റെ തൊട്ടടുത്തെത്തുന്നുണ്ട് ജൻ കി ബാത്ത്. ജൻ കി ബാത്ത് ആണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. 141 മുതൽ 161 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യ മുന്നണി നേടുമെന്നാണ് പറയുന്നത്. മറ്റ് എല്ലാവരും കൂടി മാക്സിമം ഒരു 18 മുതൽ 40 സീറ്റ് വരെയാണ് പറയുന്നത്. എന്തായാലും അടുത്തത് ഇന്ത്യ ടിവിയും ഒപ്പം തന്നെ ഡി ഡൈനാമിക്സും കൂടെ ചേർന്ന് ഒരുക്കിയ സർവേയാണ്. അതിൽ 371 സീറ്റുകളാണ് NDA മുന്നണിക്ക് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതിൽ നിന്നും അത്ര വ്യത്യാസമല്ല, കുറച്ച് സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ്. 125 നിലവിലുള്ളതിൽ ഏറ്റവും കുറവ് അല്ലേ? ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറവ് ഇന്ത്യ മുന്നണിക്ക് പറയുന്നത് 125 ഇന്ത്യ ന്യൂസാണ്. തൊട്ട് അടുത്ത് അതായത് മറ്റുള്ളവർക്ക് 47 സീറ്റുകൾ മാത്രമാണ്. ഇനി റിപ്പബ്ലിക് ടിവിയുടെ ഒരു കാര്യം കൂടി. റിപ്പബ്ലിക് ടിവിക്ക് രണ്ട് സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് പി മാർക്കിനൊപ്പമായിരുന്നെങ്കിൽ ഒന്ന് മാട്രിക്സിനൊപ്പമായിരുന്നു. അപ്പം രണ്ടാമത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെയാണ്. 353 മുതൽ 368 സീറ്റുകൾ വരെ NDAക്ക്, അതായത് ഉറപ്പിച്ച മൂന്നാം വട്ടവും മോദി തന്നെ പ്രധാനമന്ത്രി. രണ്ട് തരത്തിലാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിന്റെ ടാലി നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. 118ലേക്ക് താഴ്ന്നുണ്ട്. 118 മുതൽ 133 വരെയാണ് അവർ പറയുന്നത്. എന്തായാലും ഇതുവരെ ഈ പറഞ്ഞ ഒന്നുകൂടി ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായ നിലയിൽ തന്നെ അവരുടെ മുന്നോട്ട് പോക്കുണ്ടാകും എന്ന് വ്യക്തമാണ്. വീണ്ടും സ്ക്രീനിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. 353, 368, 118, 133, 43, 48. ഇനി താഴെയുള്ള ഏജൻസി. അതെ, 400 ആയിരുന്നു NDAയുടെ പ്രതീക്ഷകളിൽ. ഒരു അക്ബർ 400 പാറായിരുന്നു. പക്ഷെ 400 കടക്കുമെന്ന് ഒരു എക്സിറ്റ് പോളും പറയുന്നില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറയുകയാണെങ്കിൽ 290 വരെ പ്രതീക്ഷിച്ചിരുന്നു. അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനടുത്തേക്ക് പോലും എത്തുന്നില്ല കാര്യങ്ങൾ. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോ 5ാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞത് BJP അല്ലെങ്കിൽ NDA കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ മാത്രം കുറവെന്നായിരുന്നു 4ാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ. പിന്നെ 3 ഘട്ടങ്ങൾ കൂടി അവശേഷിക്കണം. അപ്പോൾ അമിത്ഷായുടെ കണക്കുകൾ വെച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പ്രത്യേകിച്ചും കോൺഗ്രസിന് 40 സീറ്റിൽ മുകളിൽ പോയില്ല എന്നാണ്. ആ രീതിയിൽ വരുമോ അതോ ഇതാണോ? ഇപ്പോൾ ഒറ്റയടിക്ക് പ്രേക്ഷകർക്ക് കാണാം 4 സർവേ ഫലങ്ങളുടെ. അതിലെല്ലാത്തിലും BJPക്ക് എനിക്ക് തോന്നുന്നു ഒന്നിൽ മാത്രമാണ് 281 എന്ന് അല്ലെ ഏറ്റവും കുറവിൽ. ദൈനിക് ഭാസ്കറാണ്. ന്യൂസ് നേഷൻ 342 to 378, ഇന്ത്യ TV 371 to 401. അതായത് മിഷൻ 400-ൽ ഒറ്റ സർവേ വന്നിട്ടുള്ളൂ. അത് 401 ഇന്ത്യ TVയുടെ സർവേയിലാണ്. 401 വരെ 392 വരെ തൊട്ടടുത്തെത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് രാജ്യത്തെ അടുത്ത 5 വർഷത്തെ ഒരു കണക്കുകൾ, സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് അല്ലെ. എന്തായാലും 400 എന്ന BJPയുടെ സ്വപ്നം അതിലേക്ക് എത്തുമോ എന്ന് 2 സർവേ ഫലങ്ങൾ നോക്കിയാൽ നമുക്കല്ലേ എത്തുമോ എന്നൊരു ചെറിയൊരു സാധ്യത. പക്ഷെ എന്തായാലും ഒരു ആവറേജ് കണക്കെടുത്താൽ ഒരു 330 എങ്കിലും BJP ഒറ്റയ്ക്ക് തന്നെ നേടാനുള്ള സാധ്യതകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് രാജ്യത്തിന്റെ ഒരു പൊതുചിത്രം പറയുന്നത്. ഇന്ന് നമുക്കറിയാം ഈ എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് കോൺഗ്രസ് പ്രതിനിധികളൊന്നും അയക്കില്ല എന്ന് വൈകിട്ട് വരെ പറഞ്ഞിരുന്നു. ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടെന്നൊക്കെ BJP പറഞ്ഞു. പക്ഷെ അവസാന നിമിഷം അവർ ആളുകളൊക്കെ അയക്കാൻ തയ്യാറായി. പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ട്. ഈ 2 ദിവസം, ഇപ്പോൾ ഞായർ തിങ്കൾ 2 ദിവസവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിവസത്തിലേക്ക് പോവുകയാണ്. ഒരു ചെറിയൊരു നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മാത്രം